ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് ആണ്. സ്റ്റെതസ്കോപ്പ് ആൻഡ് ഒരു മിനിറ്റ് ഷൂ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് ആണ്. സ്റ്റെതസ്കോപ്പ് ആൻഡ് നഴ്സിംഗ്. ഒരുപാട് കമന്റ്സ് വരാറുള്ള ഒരു കാര്യമാണ്, നഴ്സസ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുമോ, നഴ്സസിന് സ്റ്റെതസ്കോപ്പ് ഉണ്ടോ, ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് സ്റ്റെതസ്കോപ്പ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ കമന്റ്സ് കാണുമ്പോഴേ നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളുടെയൊക്കെ കൂടെ ഒരു ഫാന്റസിയാണ് ഈ ഒരു സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റെതസ്കോപ്പിന്റെ യൂസ്, എന്തുകൊണ്ടാണ് നമ്മൾ നഴ്സസ് ഈ ഒരു സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ തൂക്കിയിടാത്തത്, അതേപോലെ തന്നെ നഴ്സസ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുമോ, ഫസ്റ്റ് ഇയറിലെ നമുക്ക് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യാനായിട്ട് കിട്ടുമോ, കയ്യിൽ സ്റ്റെതസ്കോപ്പ് കിട്ടുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്. ആ ഒരു കമന്റ്സിന്റെ ഒരു റിപ്ലൈ ഒക്കെ കൂടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ദിസ് വീഡിയോ ഈസ് നഴ്സിംഗ് ആൻഡ് സ്റ്റെതസ്കോപ്പ്. നമുക്ക് ടൈം കളയണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഫസ്റ്റ് ഇയറിലെ നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് മുന്നേ ആയിട്ട്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്റ്റെതസ്കോപ്പ്? സ്റ്റെതസ്കോപ്പ് ആക്ച്വലി നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, അതാണല്ലോ നിങ്ങൾ ആദ്യം അറിയേണ്ടത്. സ്റ്റെതസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സ്റ്റെതസ്കോപ്പ് നമ്മൾ ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. സ്റ്റെതസ്കോപ്പിനെ കൊണ്ട് പല യൂസസ് ഉണ്ട്. ഒന്ന് നമുക്ക് BP നോക്കുക, അതേപോലെ തന്നെ ബവൽ സൗണ്ട്സ് നോക്കുക, അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട ഇത് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിക്കുള്ളിലെ നല്ല ഫീബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്ന മൈന്യൂട്ട് സൗണ്ട്സ് ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെതസ്കോപ്പിന്റെ ഒരു വിലയൊക്കെ വെച്ചിട്ട് സ്റ്റെതസ്കോപ്പിന് ഭയങ്കര ഡിഫറെന്റ് ബ്രാൻഡ്സ് ഉണ്ട്. ഭയങ്കര വിലയുള്ള സ്റ്റെതസ്കോപ്പ് ഉണ്ട്. നമ്മുടെ ഫോണിന്റെ കണക്കാണ്, നമ്മൾ ഫോൺ യൂസ് ചെയ്യത്തില്ലേ, അപ്പൊ അതുപോലെ തന്നെ റിയൽമി, ഓപ്പോ, സാംസങ് ആൻഡ് ഐഫോൺ ഏറ്റവും ഹൈയിലായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് ഫോൺസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫറെന്റ് കമ്പനിയും ക്വാളിറ്റിയും ബ്രാൻഡും അനുസരിച്ചൊക്കെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. നല്ല വിലയുള്ള സ്റ്റെതസ്കോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 500 റുപ്പീസിന് ബിലോയും നമുക്ക് സ്റ്റെതസ്കോപ്പ് കിട്ടും. അപ്പോൾ ഏത് സ്റ്റെതസ്കോപ്പും ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ യൂസ് ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിക്കുള്ളിൽ മൈന്യൂട്ട് കുഞ്ഞു സൗണ്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ BP നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ബ്ലഡ് സ്ട്രീംസിലെ കുഞ്ഞു സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹാർട്ട് സൗണ്ട്, നല്ല രീതിയിൽ ഹാർട്ട് ടക്ക് ഇടിക്കുന്നത് കേൾക്കാനായിട്ടാണ് രണ്ടാമത് നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ബവൽ സൗണ്ട്സ്, നമ്മൾ വയറിനകത്തുള്ള സൗണ്ട്സ് കേൾക്കാനും നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ NG ട്യൂബ് ഇടത്തില്ല, മൂക്കിൽ കൂടെ നമ്മൾ ട്യൂബ് ഇട്ടതിന് ശേഷം അത് ഡയറക്റ്റ് നമ്മുടെ സ്റ്റൊമക്കിലാണ് എത്തേണ്ടത്. പക്ഷെ സ്റ്റൊമക്കിൽ എത്താതെ വേറെ എവിടെയെങ്കിലും ഒക്കെ കയറി പോയോ എന്ന് അറിയാനായിട്ട് നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും. നമ്മൾ ട്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ട്യൂബിന്റെ എൻഡിൽ സിറിഞ്ച് വെച്ചിട്ട് എയർ ഇങ്ങനെ പുഷ് ചെയ്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ വയറിനുള്ളിൽ ആ ഒരു ടപ്പ് എന്ന സൗണ്ട് കേൾക്കും, ഒരു ടപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും സാധനം വയറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ പല യൂസസിന് നമ്മൾ ഈ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും. അപ്പോൾ ആസ് എ ഹോൾ പറയുവാണെങ്കിൽ ബോഡിക്കുള്ളിൽ കുഞ്ഞു സൗണ്ട്സ് ഒക്കെ കേൾക്കാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അത് ഡോക്ടേഴ്സ് എന്ന് മാത്രമല്ല, ഡോക്ടേഴ്സും നഴ്സസും മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒക്കെ തന്നെ സ്റ്റെതസ്കോപ്പ് അറിഞ്ഞിരിക്കണം, യൂസ് ചെയ്യാൻ അറിയണം, BP നോക്കാൻ അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതിനുവേണ്ടി തന്നെ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും, ഈ മെഡിക്കൽ ഫീൽഡിൽ പോകുന്ന എല്ലാവർക്കും യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധനമാണ്. നഴ്സസിന് ഫസ്റ്റ് ഇയർ തൊട്ടേ, നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ടേ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യാനായിട്ട് കിട്ടും. ഫസ്റ്റ് ഇയർ എന്നല്ല, ഒരു സെക്കൻഡ് മന്തോ രണ്ടാമത്തെ മാസമോ ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ എനിക്കും കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇയർ ചെന്ന് ഒരു മാസമൊന്നും ആയില്ല, ഒരു മാസം ആയപ്പോൾ തന്നെ സ്റ്റെതസ്കോപ്പ് കിട്ടി. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു സാധനം കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത്. സംഭവമൊക്കെ പൊട്ടിച്ചു, കഴുത്തിലൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അയ്യോ, അതിന്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പല പ്രോസസ്സിൽ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ സാധനം നമുക്ക് കയ്യിൽ ക്ലിനിക്സ് ഒക്കെ പോകുമ്പോൾ സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോൾ ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ടുവരണോ എന്നുള്ളതായി ഒരു ഡൗട്ട്. ഫോർത്ത് ഇയർ ഒന്നും ആയപ്പോൾ ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ടുപോയിട്ടേ ഇല്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് സ്റ്റെതസ്കോപ്പ് എടുക്കുക ചെയ്ത്, നമ്മൾ ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ടുപോയില്ല. അപ്പൊ എന്തുകൊണ്ട് ഡോക്ടേഴ്സ് സ്റ്റെതസ്കോപ്പ് കഴുത്തി തൂക്കി ഇടുന്നു? വൈ നോട്ട് നഴ്സസ്? അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഇത് മാത്രമല്ല പണി, നമുക്ക് ഒരുപാട് മറ്റു പണികളുണ്ട്.
പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനായാലും പേഷ്യൻറ്റിനെ ഒന്ന് തിരിച്ചു കിടത്താനായാലും അത് തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ നമ്മൾ ഓടി നടന്നാണ് വർക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ ഓടി നടന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുനിഞ്ഞും നൂന്നും ഒക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴുത്തിൽ തൂക്കി ഇട്ടിരുന്നാൽ നമുക്ക് കുനിഞ്ഞും നൂന്നും ഒക്കെ ചെയ്യുന്ന വർക്കുകളൊന്നും നടക്കത്തില്ല. ഒരു ഡിസ്കംഫോർട്ട് ആയിരിക്കും, അതേപോലെ തന്നെ താഴെ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കൊണ്ടാണ് നമ്മുടെ നഴ്സസ് ഈ ഒരു സ്റ്റെതസ്കോപ്പിനെ കഴുത്തിൽ തൂക്കിയിടാത്തത്. ഡോക്ടേഴ്സിന് ആ ഒരു എപ്പോഴും അവർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഹാർട്ട് റേറ്റ് ഓക്കെ ആണോ എന്നുള്ളത്. അത് അവർക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പേഷ്യന്റ് വരുമ്പോൾ ഈ ഒരു ഹാർട്ട് റേറ്റും അതേപോലെ തന്നെ ലങ് സൗണ്ട്സും, ഇപ്പോൾ ഒരു ജലദോഷം ഒരു ചുമ ഒക്കെ ആയിട്ട് നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് വയ്ക്കും. പല പല സൗണ്ട്സ് കിട്ടും, നിങ്ങൾക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. കിറാനൊക്കെ ഉള്ള സൗണ്ടുകൾ ത്രൂ സ്റ്റെതസ്കോപ്പ് കേൾക്കുന്ന പല രീതിയിലുള്ള സൗണ്ട്സ്. ആ സൗണ്ട്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ന്യൂമോണിയ ആണോ അതോ അല്ല ഹാർട്ട് ഇടിക്കുന്നതിൻ്റെ പ്രശ്നമാണോ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. സോ എപ്പോഴും ഒരു ഡോക്ടർ ഫസ്റ്റ് തന്നെ ആ ഒരു ഏരിയ, നമ്മുടെ ചെസ്റ്റ് ഏരിയ, ഏറ്റവും വൈറ്റൽ ഓർഗൻ ഇരിക്കുന്ന ഹാർട്ടും ലങ്സും ഒക്കെ ഇരിക്കുന്ന ഈ ഒരു ചെസ്റ്റ് ഏരിയ അവർക്ക് എപ്പോഴും ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നോക്കണം. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഇത് കഴുത്തിൽ തന്നെ ഇട്ടേക്കും. നഴ്സസ് അത് ഇടാത്തത് പല പണികൾ വേറെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ടും ഇതിനും അപ്പുറമായിട്ട് നമുക്ക് ഈ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പണി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം, അത് നമുക്കൊരു ഡിസ്കംഫോർട്ട് ആയതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ കഴുത്തിലിടാത്തത്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റുഡൻറ് ലൈഫിൽ ഫസ്റ്റ് ഇയർ തന്നെ ഈ സാധനം യൂസ് ചെയ്യുമോ എന്നുള്ളത്. യൂസ് ചെയ്യും. ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടുകയും ചെയ്യും. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്ത് BP നോക്കാനായിട്ട് പഠിക്കും. അപ്പം ഈ BP നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈറ്റൽ ആയിട്ടുള്ള കാര്യമാണ്. BP നോക്കാൻ അറിഞ്ഞിരിക്കണം ഒരു നേഴ്സ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യും. ഇനി നമുക്കിത് എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കണോ എന്നുള്ളത്, നമുക്ക് എപ്പോഴും പോക്കറ്റിൽ കൊണ്ട് നടക്കാം, ഒരു പ്രശ്നവുമില്ല. നമുക്ക് എപ്പോഴും ഈ ഒരു ക്ലിനിക്സിൽ പോകുമ്പോഴത്തേക്കും ഈ സാധനം പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലൊരു നമ്മൾ കോട്ടിലായാലും കോട്ടിനകത്തും അല്ല, നമുക്ക് യൂണിഫോം വേറെ ആണെങ്കിലും നമുക്കൊരു പോക്കറ്റ് കാണും. അതിനുള്ളിൽ സ്റ്റെതസ്കോപ്പ് നമുക്ക് വയ്ക്കാമായിട്ട്. പക്ഷേ പയ്യെ നമ്മൾ ഈ ഒരു കാര്യം പതുക്കെ അങ്ങ് എടുക്കാണ്ടൊക്കെ ആവും കേട്ടോ. കാരണം എപ്പോഴും ഇതിനെ അകത്ത് വയ്ക്കുന്നതിനേക്കാളും വേറെ പണി നമുക്ക് കാണും. ജസ്റ്റ് ഒന്ന് BP നോക്കാൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ സ്റ്റെതസ്കോപ്പ് അവിടെ നഴ്സസ് ലോഞ്ചിൽ കാണും. ആ ഒരു ലോഞ്ചിൽ നിന്ന് തന്നെ നമ്മൾ വേഗം പോയി സ്റ്റെതസ്കോപ്പ് എടുത്ത് BP നോക്കി കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഫസ്റ്റ് ഇയർ ഒക്കെ നിങ്ങളുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് കിട്ടുമ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടണം. യു ആർ എ മെഡിക്കൽ പ്രൊഫഷണൽ. അതിൻ്റെ ഒരു സൈനാണ് നിങ്ങളുടെ കയ്യിലൊരു സ്റ്റെതസ്കോപ്പ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്റ്റെതസ്കോപ്പ് ആൻഡ് നഴ്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഹോപ്പ് യു ലൈക്ഡ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബേസിസിലായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻസിന് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. എനിക്ക് പേഴ്സണലി എന്തെങ്കിലും കാര്യത്തിൽ മെസ്സേജ് അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ആൻഡ് മെസ്സേജ് മീ ഓൺ മൈ ഇൻസ്റ്റഗ്രാം. ഞാൻ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം മെസ്സേജസിന് റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട്സ് എനിക്ക് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാറുണ്ട്. ആക്ച്വലി ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. ഇത്തിരി ലേറ്റ് ആയാലും, ലേറ്റ് ഒന്നും ആകത്തില്ല, ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫീൽ ഫ്രീ ടു റിപ്ലൈ മീ ആൻഡ് കമൻറ്റ് മീ ഓൺ മൈ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.